കില്ലാടികളെ നമ്മുടെ എം ആർ സി ഗ്യാങ് തൊപ്പിയുടെ ലൈവിൽ മൊമ്മോന് കിക്ക് ചെയ്ത കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. ആ ലൈവിൽ ഞാൻ കയറിയിരുന്നാണ് കേട്ടല്ലേ. പക്ഷെ ഒരു 100-ൽ 10% ആൾക്കാരും സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് പോർഷൻ ലോഡിങ് അല്ലെങ്കിൽ നെക്സ്റ്റ് എന്തോ വമ്പൻ ലോഡിങ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോർമലി ഓരോ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന സമയത്ത് ഫാമിലി വ്ളോഗ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ യൂട്യൂബ് ചാനൽ കാണുന്ന സമയത്ത് ഇവര് സാധാരണ പോലെ പോയിക്കൊണ്ടിരിക്കും ഫാമിലി വ്ളോഗ്. പെട്ടെന്ന് ആ ഫാമിലി ഒരു ഇഷ്യൂ വരുന്നു, അവർ തമ്മിൽ പരസ്പരം പ്രശ്നമാവുന്നു, എന്നിട്ട് രണ്ടുപേരും സെപ്പറേറ്റ് യൂട്യൂബ് ചാനൽ ഇടുന്നു, അല്ലെങ്കിൽ പ്രശ്നം വരുന്ന സമയത്ത് തന്നെ വീഡിയോസ് നല്ല രീതിയിൽ ഇടുന്നു. അപ്പൊ ആ വീഡിയോസ് നല്ല വ്യൂസ് കിട്ടുന്നു. സോ അവർ എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാലം കഴിഞ്ഞിട്ട് ഒന്നിക്കുന്നു, അപ്പോഴേക്കും ഒരു ഫോർച്യൂണർ എടുക്കുന്നു. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടുവരുള്ളത്. അപ്പൊ തൊപ്പിയുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പോർഷെ എടുക്കണം എന്നാണ് തൊപ്പിയുടെ ആഗ്രഹം. അപ്പൊ കുറെ ആൾക്കാർ അങ്ങനെ കമന്റ് സ്ക്രിപ്റ്റഡ് നെക്സ്റ്റ് പോർഷെ ലോഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്തില്ലേ. അപ്പൊ എനിക്ക് തോന്നിയാണ് അത് സ്ക്രിപ്റ്റഡ് ആയിരിക്കുമോ എനിക്ക്. പക്ഷെ എനിക്ക് ചിലർ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്ത സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ കൂടി ഈ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഇന്റർവ്യൂ ചാനലിൽ അവർ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, മൊമ്മോ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ആ ഒരു വെറൈറ്റി മീഡിയയിലെ പ്രശ്നം കാരണമാണ് ഇപ്പൊ ഇവരിങ്ങനെ ഇപ്പൊ മൊമ്മോന് കിക്കുകയും കാരണം ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങാൻ കാരണം. പക്ഷെ ഈ ലൈവിൽ തൊപ്പി ലൈവിൽ വന്ന സമയത്ത് ആ മൊമ്മോന് കിക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ തന്നെ പരസ്പരം ലൈവിൽ സംസാരിക്കുന്ന സമയത്ത് ഇവരെന്ത് ചിരിക്കുന്ന വീഡിയോ ഒക്കെ ചെറുതെ ചിരിക്കുന്ന പോലത്തെ സീനൊക്കെ ആൾക്കാരുടെ അടുത്ത് കുറെ ആൾക്കാർ ഹൈലൈറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. സംഭവം അത് എനിക്കറിയില്ല, ചിരിക്കണതാണോ ഉള്ളതാണോ അറിയില്ല. ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടല്ലേ സംഭവം. പക്ഷെ എനിക്കെന്തോ ഞാൻ ഇനിയിപ്പോ അവരുടെ ഫാൻ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ല. സ്ക്രിപ്റ്റഡ് അല്ല ആണെന്ന് വിശ്വസിക്കാൻ പറ്റണില്ല. എന്തായാലും നമുക്ക് നോക്കിയാലോ എത്ര വലിയ കള്ളാണെങ്കിൽ മൂടി വെച്ച് ഒരു ദിവസം പുറത്തു വരുന്നതാണല്ലോ. അപ്പൊ നമുക്കത് നോക്കാം. അപ്പൊ ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ആറാട്ടാണ് വീഡിയോ കണ്ടത്. അപ്പൊ ആറാട്ടാണ് ഒരു കാര്യം പറയുന്നത്, അത് ഞാൻ പ്ലേ ചെയ്യുന്നത് ഞാൻ ബാക്കി പറയാം. മാമു ഇഷ്യൂ തൊപ്പിയുടെ ഒരു അടവാണ്, തൊപ്പിയുടെ സ്ട്രാറ്റജിയാണ്. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കും തൊപ്പി, അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കും. ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണ്, മലയാളികളാണ് മണ്ടന്മാരല്ല. ഇത് തൊപ്പിയുടെ അടവാണ്. അതാണ് മൊമ്മു അല്ല, മാമുവിനെ കിക്ക് ചെയ്തത് തൊപ്പിന്റെ അടവാണില്ല, മാമൂട്ടാ. മൊമ്മുവിന്റെ പേര് മാറ്റി മാമു എന്നാക്കിണ്ട്. പിന്നെ ആറാട്ടെണ്ണം ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാ സമൂഹത്തിൽ നടക്കുന്ന ഓരോ പ്രതിബദ്ധതകൾ വന്നിട്ട് പറയും അതങ്ങനെയാണ് ഇതെങ്ങനെയാണ്. പക്ഷെ ചിലതൊക്കെ പറയുന്നതൊക്കെ ഫുൾ 18+ ആണ്, കമ്പി കഥകളൊക്കെയാണ്. അത് അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ മാമുവിന്റെ കാര്യം പറഞ്ഞതാണ്. അപ്പൊ മാമു എം.ആർ.സി ഗ്യാങ്ങിൽ പുറത്താക്കിയത് സ്ക്രിപ്റ്റഡ് ആണ്, തൊപ്പിയുടെ സംഭവം സ്ക്രിപ്റ്റഡ് ആണ്. അപ്പൊ ആരും വിശ്വസിക്കരുത്. പുള്ളിക്കാരൻ അന്നും ആ തൊപ്പിയുടെ ഒരു സംഭവം സ്ക്രിപ്റ്റഡ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അത് സത്യം. ഇനിയിപ്പോ ഇത് സത്യമാവോ എന്നറിയില്ല. എന്തായാലും നമുക്ക് മാമുവിന്റെ വിഷയം നമുക്ക് നോക്കാം. ആറാട്ടെണ്ണം പറഞ്ഞതാണ് സത്യം എന്ന വിഷയം നമുക്ക് നോക്കാം. ഇല്ലടല്ലേ വരുന്നിടത്ത് വെച്ച് കാണാം. സ്ക്രിപ്റ്റഡ് ആണെങ്കിലും ഞാൻ പറഞ്ഞ എത്ര വലിയ കള്ളമാണെങ്കിലും മൂടി വെക്കാൻ നോക്കിയാൽ അതൊരു ദിവസം പുറത്ത് വരും. പുറത്ത് വന്നാൽ എന്തായി, എത്ര വലിയ ഇമേജ് എന്തായിരിക്കും അത് തകർന്നു. പക്ഷെ അതിനുള്ളിൽ അവർ ഉണ്ടാക്കേണ്ടതൊക്കെ ഉണ്ടായി കാണും. എന്തായാലും പക്ഷേ ഈ തൊപ്പിയുടെ കാര്യത്തിലേക്ക് അങ്ങനെ തോന്നണില്ല സ്ക്രിപ്റ്റഡ് ആണെന്ന്. നോക്കാവില്ല. സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ആ സമയത്ത് നമുക്ക് എടുത്തിട്ട് പൊരിക്കാം.